വണ്ടി എടുക്കണ്ട, ഇതിന്റെ മേളിൽ ഇതാണ്ട് ഈ ബാസ്കറ്റ് ബോൾ കോർട്ട്. ആരെ കണഞ്ഞു വീണല്ലോ അവിടെ. ആ ഞാനാകെ ഇവരെ സംഭവം എന്ന് വെച്ചാൽ ആ സമയം മിണ്ടുന്നില്ല, ആരും പറഞ്ഞു ഞാൻ എല്ലായിടത്തും മിണ്ടി ചേട്ടാ. ഭയങ്കര സൈലന്റ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവോ? നമ്മ KVL പറ്റ ഡീസന്റ് പയ്യനായിരുന്നു, അതുകൊണ്ട് ഗാനം ആലപിക്കുന്നതാണ്. ജനഗണമനെ തന്നെ തുടങ്ങിക്കോ. അതൊക്കെ പാടി തെറ്റിച്ച് കഴിഞ്ഞാൽ അത് വേറെ ദേശീയ ഗാനം പിടിച്ചോണ്ട് പോകും. അറിയാവുന്നൊരു പാട്ട് പാടിയത്, അറിയാവുന്ന പാട്ട് പാടിയത്. പാട്ട് കാണാനുള്ള കഴിവൊന്നും എനിക്കില്ല. കഴിവൊന്നും വേണ്ട. കഴിവ് വേണ്ടല്ലോ, പോലെ പാടാത്തവരുണ്ടോ? ഞാൻ പാടാറില്ല. മനസ്സിലെങ്കിലും പാടാതിരിക്കോ? സംഭവം ഒരു പാട്ട് പാടി. അമ്മ പാത്തിയ അമ്മ കേക്കു അമ്പാത്തിക്കു അമ്മ കേക്കൂട് അമ്പാത്തിക്കൂട്. സംഘകാരൊക്കെ വേണമെങ്കിൽ മന്ദാരെ കൂടെ അവരോട് ഒരു പാട്ട് പാടാം. സപ്പോർട്ടിന് മദാരെ കൂടെ പാടും. ഓക്കെ കമ്പോൺ. എടാ ഇതൊക്കെ പാടി കഴിഞ്ഞിട്ടാണ് നമ്മള് വാറിനിറക്കുന്നത്. ഇവിടത്തെ രീതി എങ്ങനെയാണ്? പാട്ട് പാടിക്കോ. തക്കുടു തക്കുടു വാവ കരഞ്ഞു അമ്മേ അമ്മേ, തവള കരഞ്ഞു പെക്രോ പെക്രോ, പിന്നെ വീട്ടിലെ കോഴി കരഞ്ഞു കൊക്കോ കൊക്കോ. മറ്റേ നമ്മുടെ മെയിൻ ഐറ്റം ഉണ്ടല്ലേ, മറ്റേ സന്തോഷ് പണ്ഡിത് രസാന്റെ ഉറക്ക്. വേറെ അടുത്ത സന്തോഷ് പണ്ഡിതിന്റെ ഐറ്റം ഉറക്ക്. Music is the name of love, love. Your name is love, love. Marriage is the effect of love, love. You are my Jackson, Michael Jackson. You are my lover, yes lover. സൂപ്പർ. ഇതിനെ പാടുന്നില്ല. ഒരു രണ്ട് വരി പാടിയേ പറ്റൂല. നല്ല നമ്മൾ ശരിയാവില്ല. നമ്മളെ രീതി അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇവിടെ ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റും. വാസു നമ്മളോട് വയ്യ നിൽക്കുന്നത്. നമ്മുടെ ദർശനം കഴിഞ്ഞ് ഇത് ഹരി വരണം. ഹരി കളത്തിൽ ഇറങ്ങണം. അല്ല ഹരിയല്ലല്ലോ, അതൊക്കെ മാറും. നീ ഫ്രണ്ടിലോട്ട് വാ, നീ വന്ന് സംസാരിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ആവും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിന്റെ ജേണി മൊത്തത്തിലെന്നാ നീ പറയുന്ന കേക്കട്ടെ. TV വരെ എത്തിയ ജേണി ഒന്ന് പറ. അതൊക്കെ പ്രശ്നമായി പോകും. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. പ്രശ്നമൊക്കെ ആവാനുള്ള സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ കേറിയല്ലോ. ഇനി നീ പറ. അതൊക്കെ വലിയ പ്രശ്നമാണല്ലോ. അതെന്ന് വെച്ചാ ആദ്യം സിറ്റി വന്നതെന്നാണോ? അതൊട്ടാണോ ഇവിടെ നിന്റെ കരിയർ, സിറ്റിയുടെ കരിയർ എവിടെ തുടങ്ങി? അവിടെ നിന്റെ കഥ അറിഞ്ഞൂടല്ല. അതായത് നീ ഇന്നലെ നീ TVL ഒരു മെമ്പർ, നമുക്ക് നിന്റെ കഥ അറിയത്തില്ല. ബേസിക്കലി കഥ എന്തായാലും കുറച്ച് തത്തക്കുള്ളിൽ നമ്മളെ വിളിച്ചിട്ടുണ്ടതൊക്കെ അറിയാം. അത് കുഴപ്പമില്ല. ഈ സത്യത്തിൽ വിളിച്ചിട്ടില്ല. പറഞ്ഞോ, പറഞ്ഞു. ഫസ്റ്റ് സത്യത്തിൽ ഈ RP-ലോട്ട് വരുന്നതെന്ന് പറഞ്ഞാ എന്റെ ഒരു കൂട്ടുകാരനാണ് ഈ സാധനം കളിച്ചോണ്ടിരുന്നത്. പേരെന്താണ് കൂട്ടുകാരൻ? ഫോർട്ട്നൈറ്റ് കോമ്പറ്റീറ്റീവ്. സിറ്റിയുടെ അകത്ത് വന്നപ്പോ തൊട്ടുള്ള പറഞ്ഞത്. സിറ്റിയുടെ അകത്ത് ആ കൂട്ടുകാരന് സിറ്റിയിലൊരു പേരാണല്ലോ, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഹരീത ബീസ്റ്റിന്റെ ബാക്ക് സ്റ്റോറി ഉണ്ട്. നീലകണ്ഠന്റെ നീലകണ്ഠൻ അതിന്റെ ബാക്കില് നടന്നത്, നീ ഇങ്ങനെ വന്നത്, ഇതിന്റെ ബാക്കിൽ ഒരു സ്റ്റോറി കാണുമല്ലോ, അതാണ് ചോദിക്കുന്നത്. ആ സ്റ്റോറിലോട്ടാ വരുന്നേ. അപ്പം സിറ്റിയിൽ വന്നപ്പം ഇതേപോലെ ഒരാള്
ഉണ്ടായിരുന്നു. ലൈക്കടി അവന്റെ പേര് പില്ലാരി രായൻ എന്നായിരുന്നു, അറിയാമോ? അപ്പം ഞാനാ ആ ആണ് നിങ്ങൾ കാരണമാണ് ഞാൻ ഇത് കളിച്ചത്. ആ ഇവിടെ സെറ്റ് അപ്പൊ അത് പറഞ്ഞാൽ പ്രശ്നമാവും. ഇല്ല ഇൻട്രസ്റ്റിംഗ് ഇപ്പഴല്ലേ ഇൻട്രസ്റ്റിംഗ് ആയത് പറ. അപ്പൊ പുള്ളി ആ കൂട്ടുകാരനെ മുണ്ടുടുത്തെന്ന് പറഞ്ഞ് അടിച്ചായിരുന്നു. അന്നുകൊണ്ട് ഇന്നലെ പ്രശ്നം. അന്ന് അതിന്റെ പേര് തുടങ്ങിയതാ. അപ്പം അങ്ങനെ തുടങ്ങി ഒരു ഗ്യാങ് തുടങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഒരു ബിൽഡ് ചെയ്ത ഒരു ഗ്യാങ്ങിനെ ഒക്കെ വേറെ എന്നുവെച്ചാൽ അവിടെ കോമ്പറ്റീറ്റീവ് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് വിളിച്ചിട്ട് നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. ആ സമയത്ത് കൂട്ടുകാരനെ തല്ലിയ ഒരാളാ എന്നുള്ളൊരു ഇതായിരുന്നു, മനസ്സിലായി? കൂട്ടുകാരനെ തല്ലി കേറിയതാ. അപ്പൊ അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പുള്ളി കാരണം ഞാൻ ഇത് കളിച്ചോണ്ടിരുന്നേന്ന്. കാരണം ഇല്ലേ കളിക്കത്തില്ല, ഞാൻ ഇത് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഒരു താങ്ക്സ് രായന് പറയാൻ കേട്ട എന്തായാലും. ഒരു താങ്ക്സ് പറ രായന്. ഓക്കെ ബാക്കി. അപ്പൊ അങ്ങനെ പിന്നെ നിങ്ങളുമായിട്ടൊരു വാറായി. അപ്പൊ അതിന്റെ ഇടയിലാണ് ആ സമയത്ത് എനിക്ക് 6 പിക്ക് എടുത്തായിരുന്നു നിങ്ങളുടെ ഇതിലെ. അപ്പൊ അത് കണ്ടിട്ടാണ് അപ്പാപ്പൻ KVLോട്ട് വിളിക്കുന്നത്. വീണ്ടും നമ്മള് കാരണമായി. അല്ല വീണ്ടും നമ്മള് കാരണം വീണ്ടും ആ കൂട്ടത്തെ 6 പിക്കിൽ ഒന്ന് നീയാണ്. അതല്ല അതിന് ആണോ അങ്ങനെ പറഞ്ഞാ നീ. അപ്പൊ അത് കാരണം വിളിച്ചു. പിന്നെ അവിടുന്ന് അവിടുത്തെ ഒരു വാറിലെ IGL ആവാൻ സാധിച്ചു. അത് കഴിഞ്ഞു കോലീഡറിലോട്ട് മാറി. ആയിരുന്നു. അപ്പം പിന്നെ അവിടുന്ന് ഇപ്പോൾ ഇവിടെ എത്തി. അതല്ലാതെ പ്രത്യേകിച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞോളാം ചേട്ടാ. ഇനി നിന്റെ കഥ പറയാം. ഇതൊരു പാട്ട് പാട്. ഞാനിപ്പോ പാട്ട് പാടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പാട്ട് പാടുള്ള ഇതിലല്ല, ഞാൻ പാടാം പിന്നെ പാടാം. നിനക്ക് പറ്റിയൊരു പാട്ട് ഞാൻ പറഞ്ഞാടാ. മിഴികൾക്ക് ഇന്നെന്ത് വെളിച്ചം, മൊഴികൾക്ക് ഇന്നെന്ത് വെളിച്ചം. വെളിച്ചം കാണാമോ ഒരു മായ പെൺകുഴിയായി അറിയാതെ ഇത് വെള്ളമല്ലേ, ഇത് കണ്ണാപ്പി വേണ്ടവരെ തൊണ്ടക്കുഴിനത് കുത്തി കൊടുത്തു. അല്ല കാണാമോ കാണാമോ ഒരു കത്താണ്ട് കൊന്നവനാണ്. എനിക്കിവിടെ പാടാൻ. അല്ല നീ നിന്റെ കഥ എവിടെ പറഞ്ഞു? എന്തായാലും വന്നല്ലേ നിന്റെ കഥ എവിടെ പറഞ്ഞു? അണ്ണാ എന്റെ കഥ എടാ ചന്ദ്ര, നീ ഇതൊക്കെ ഇതിന്റെ ഇടയിൽ ഒരാൾ നൈസായിട്ട് AFK ആയത് ശ്രദ്ധിച്ചേ? അതാണ് ഇവല്ലേ അല്ല നമ്മള് നടക്കി നമ്മളെ ലീഡർ. അവന്റെ കഥ കേട്ടായിരുന്നാ? നീരന്റെ കഥ കേട്ടാ? സൂപ്പർ നീരന്റെ കഥ കേട്ടായിരുന്നാ? ഇതാര് കണ്ടല്ലേ മാസ്ക് ഇട്ടോണ്ട് വന്നിട്ട് മോൻ കാണിക്കാൻ വന്നിരിക്കുന്നു. പറഞ്ഞോ നിന്റെ കഥ പറഞ്ഞോ കേക്കട്ടെ. നിന്റെ കഥ അറിയുന്ന കഥയാണ്, എന്നാലും ഒന്ന് പറഞ്ഞു ഒരു അവസരം. എന്റെ കഥ ഇവിടെ കൊല്ല നടക്കുന്ന ഒരു ചാൻസ് കൊടുത്തപ്പോഴത്തേക്ക് എന്റെ കഥ ഇവിടെ ഒന്നും അല്ല നടക്കുന്നത്. മറ്റേ ചതിക്കാത്ത ജന്തു ആവുന്ന ഉടനെ അങ്ങ് ദൂരെ അവന്റെ കഥ ദൂരെ നിഞ്ഞു കൊണ്ടുവരണ്ട. കോണ വേണ്ട, കഥ മതി വേഗം. അണ്ണാ അങ്ങ് ദൂരെ ഒരു സ്ഥലത്തായിരുന്നു എന്റെ വീട്. വെസ്പൂസിയ എന്നായിരുന്നു എന്റെ സ്ഥലത്തിന്റെ പേര്. സ്ഥലം വേറെ അണ്ണാ അവിടെ ഒരു അനാഥാലയത്തിലായിരുന്നു ഞാൻ വളർന്നുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ എത്തിയതിന് കാരണം ഉണ്ടായിരുന്നണ്ണ, ഞാൻ വഴിയെ പറഞ്ഞുതരണ്ണ. പക്ഷെ അവിടുത്തെ ഉപദ്രവം കാരണം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടുണ്ടാ.
രക്ഷപ്പെട്ടോട് ഞാൻ പല പല സ്ഥലങ്ങളിൽ പോയി പല ജോലികൾ ചെയ്ത് ജീവിച്ചെണ്ണ, പഠിച്ച് വലിയൊരാളായണ്ണ. അങ്ങനെയാണ് ഞാൻ എന്താ പഠിച്ച് വലിയ ആളായ നീ. വലിച്ചു വലിയ ആളായ പരിചയം പല പല ജോലികൾ നോക്കി ഞാൻ ABCD A to Z വരെ തെറ്റാന്ന് പറഞ്ഞ കേട്ടെ അക്ഷരമാല മലയാള അക്ഷരം മാത്രം പറ. ആ ഈ ഊ ട് 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 കായ് കായ്ക്ക് പറ. ഊമ്പി പാറ നീ ബാക്കി പറ ഒരുമാതിരി സ്ലോ മോഷൻ ആടാ അവൻ. സത്യം സത്യം സത്യം. 5 സെക്കൻഡ് ഡിലേ ബാബുവിന് ശേഷം അവതരിപ്പിക്കുന്നു ഡിലേ. ആ അങ്ങനെ ഇങ്ങനെ ഓരോ സിറ്റിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്നിങ്ങനെ നടന്ന സമയത്തായിരുന്നു ഞാൻ ആ ഒരാളെ കണ്ടുമുട്ടുന്നത്, രായനെ കണ്ടുമുട്ടുന്നത്. അവിടെ അവൻ ഈ ഒരു ചന്ദ്രനെ കണ്ടുമുട്ടി. ചന്ദ്രൻ പല പല കേസിൽ എന്നെ അകത്താക്കിയിട്ട് ചന്ദ്രൻ പോയി. അത് ചന്ദ്രൻ ഈ സ്റ്റോറിയിൽ ഞാൻ ഹീറോ ആയിരിക്കണം. അതെ 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 അതെ. അതിനുശേഷം പല പല സാഹചര്യത്തിലും എന്നെ ഓരോ ഇതിലും കൂടെ കൂട്ടി പിന്നെ എവിടെയൊക്കെയോ വെച്ചാ ഒരു വിട്ടുപോയി. വിട്ടുപോയി. പിന്നെ ഒറ്റയ്ക്കായി സമയത്തായിരുന്നു മോനെ നീ എന്തിനാടാ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത്, നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുമതി അമ്പായി എന്നെ കൂടെ കൂട്ടി. നേരെ കൊണ്ട് സെക്യൂരിറ്റിന്റെ ഗേറ്റിന്റെ അവിടെ കൊണ്ട് നിർത്തി. പിന്നെ കഥ അവസാനിപ്പിക്കും, ഇവിടെ നിർത്താം. സത്യം പറഞ്ഞാലടാ നിന്റെ പടം നിന്റെ കഥയൊക്കെ ഒരു പടമൊക്കെ ഇറങ്ങി കഴിഞ്ഞാണല്ലേ 10 മിനിറ്റ് കഴിയുമ്പോ ആൾക്കാർ ഇറങ്ങി പോട്ടി. ഓരോ കാലം മാറി. എല്ലാരും ഇപ്പം ഇങ്ങനെയല്ല ജീവിക്കുന്നത്. ചെറിയൊരു അഹങ്കാരം ആര് നീ മിണ്ടൂലേ? മിണ്ടാണ കുഴപ്പമില്ല, പക്ഷെ ഞാൻ എനിക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം ഉണ്ടെന്ന് അറിയാം ഇച്ചിരി. അത് എനിക്ക് പണ്ടേ തോന്നിയാണ് എനിക്ക് പ്രശ്നം ഉണ്ടെന്ന്. ഇല്ലണ്ടാ ഇല്ല എന്തിന് പിന്നെ എന്തിന് ചന്ദ്രു പറയണം ഞാൻ കഥ തുടങ്ങിയത് ഉറങ്ങാത്ത നീ ഒരാളുടെ ലൈഫ് ബാക്ക് സ്റ്റോറി പറയാനായിട്ട് ഇവിടെ ആരും എടാ എന്ത് സിമ്പിൾ ആയിട്ടാണ് നീ അവന്റെ ബാക്ക് സ്റ്റോറി 3 മിനിറ്റ് തീർത്ത്. 3 മിനിറ്റില് രായനെ കണ്ടു, രായ മുണ്ടെടുക്കാൻ പറഞ്ഞതിന്റെ എല്ലാം അടിച്ചു, അതിന്റെ പേര് അവൻ തിരിച്ചടിച്ചു, അത് കണ്ട് കേവിലെടുത്തു. 5 മണിക്കൂർ കഥ പറയണമെങ്കിൽ 5 മണിക്കൂറും കേട്ടിട്ട് എല്ലാത്തിനും നീ മൂളണം, ഇങ്ങനെ മൂളണം. അവ കഥ അവസാനിപ്പിച്ച് പറഞ്ഞു തരാം. നിന്റെ മൂളൻ എനിക്ക് കേൾക്കാം. നീ കുറച്ച് സംസാരിക്കുന്നു ഇവിടെ കുറച്ച്. സാർക്ക് പ്രശ്നം അതല്ല, പ്രശ്നം അതല്ല. വാസു സാർക്ക് കഥ പറയാൻ മൈൻഡ് ഇല്ലെന്ന്. ചന്തിക്ക് 2 അടി എടുത്ത് പറയിപ്പിക്കുക. നിന്റെ അടുത്ത് നമ്മൾ കൊറേ എക്സ്പെക്ട് ചെയ്ത്, കാരണം നീ കൊറേ കഷ്ടപ്പെട്ടാണ് നീ ടിവിയിലേക്ക് കയറിയാണ്. അത് മനസ്സിലായില്ല. എനിക്കിങ്ങനെ സ്റ്റോറി കഥ പറഞ്ഞതിന് മുമ്പ് സരക്കെ അവിടെ ആരെങ്കിലും ജസ്റ്റിസ് ഫോർ കണ്ണാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ തൂറി എറിഞ്ഞ് പൊത്തു എന്ന് പറയണേ. ഇല്ല ആരും പറഞ്ഞില്ല. ഡബ്ല്യു ലീഡർ മാത്രം പറഞ്ഞു. ആരും പറഞ്ഞില്ല. ഞാൻ വെയിറ്റ് ചെയ്തത് കാണാൻ. കഥ ഞാൻ ആദ്യം പോലും പറയട്ടെ, കുട്ടിക്കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞ അതുപോലെ പറയണോ അതോ ഞാൻ നിനക്ക് സംസാരശേഷി ഉണ്ടായപ്പോ തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഈ എഴഞ്ഞതും തൂറിയതൊന്നും വേണ്ട. നിക്കറ തൂറിയ കഥയൊക്കെ പറയാൻ പോണ്. ഇല്ലണ്ണ സൗണ്ട് ഇറങ്ങി കേറട്ടെ. ഞങ്ങള് ഇതായിട്ട് ജീവിച്ച കുടുംബമായിരുന്നണ്ണ. അച്ഛനും ഞങ്ങള് 2 മക്കളും അമ്മയായിട്ട് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്റർപ്രണർ ആയിരുന്നു. കേൾക്കുന്നില്ലേ? അച്ഛൻ ഒരു എന്റർപ്രണർ ആയിരുന്നു. അപ്പൊ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് അത്യാവശ്യം ഒരു മൾട്ടി മില്യണർ ആയിട്ട് നിന്നോണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോഴായിരുന്നു ഒരു ബിസിനസ് ഡീലിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് വന്നിട്ട് അവിടെ നമുക്കറിയത്തില്ലട്ടോ അന്ന് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ റൂമിൽ അടച്ചിട്ടിട്ട് അമ്മയും അച്ഛനും അവരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് സംസാരമായി, പിന്നെ കുറച്ച് സൗണ്ടും ഇതൊക്കെ കേട്ടിട്ടാ, വെടിവെപ്പും അടിയൊക്കെ ആയിരുന്നാ. നീ ഇവിടെ കേറുന്നതിന് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞ നീ അനാഥനാണെന്നല്ലേ? അത് പറഞ്ഞല്ലേ നീ എന്നെ വീഴ്ത്തിയത്? അറിഞ്ഞാണാ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ അനാഥനായിട്ടേ അതാണ് ഉദ്ദേശിച്ചത്. ഇവന് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഓ അതാണ് എനിക്കില്ലല്ലോണ്ടാ. എന്നെ മാസം ഉണ്ടെ പോലെ നല്ലല്ലോ, തന്തയായിരുന്നു നല്ലായിരുന്നു പോലെ അറിഞ്ഞൂടാ ഞങ്ങക്ക്.
അതൊക്കെ പറഞ്ഞ് ചിരിക്കും അങ്ങനെ തോന്നുന്നു ചന്ദ്രനക്ക്. എനിക്ക് ആരും ഒരാളെ പറയുമ്പോൾ സന്തോഷം കിട്ടുള്ളൂ. ഞാൻ എന്താ പറഞ്ഞൂടാ. അങ്ങനെ എടാ അല്ല നീ നിന്നെ തന്നെ തന്നില്ലാന്ന് പറഞ്ഞ് ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. കഴിച്ചോണ. പറയടാ പറയട്ടാ നമ്മളത് സംസാരിക്കണം. പറ ഹലോ പറഞ്ഞോ. സിറ്റി എത്തിയാ ഹലോ സിറ്റി എത്തി കേട്ടോ. അവന്റെ കഥ സിറ്റി എത്തി.